പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിവേഗം തുടരുകയാണ്. ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയുണ്ടായിട്ടുള്ള ഈ നഷ്ടം ഇപ്പോൾ ഏതാണ്ട് 28 മണിക്കൂർ കഴിഞ്ഞിട്ടും അതിശക്തമായി തുടരുകയാണ്. ഉപയോഗിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ജെൻഡർ റോബോട്ടിക്കിന്റെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള റോവറിന്റെ പ്രവർത്തനം അതിലൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ കണ്ടു മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ കനാലിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മേഖലയിൽ 117 മീറ്ററാണ് ഇതിന്റെ നീളം. പക്ഷെ ഇതിന്റെ പ്രശ്നം ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലുള്ള വിഡ്ത്താണുള്ളത്. ഒരേ വിഡ്ത്തിലല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. 117 മീറ്റർ ദൂരവും ഒരേ വിഡ്ത്തിലല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ നിന്നാണ് തെരച്ചിൽ ആരംഭിച്ചതെങ്കിൽ ഒന്ന് ഓവറോൾ പരിശ്രമോധന നടത്തിയിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പറകിൽ നിന്ന് 117 മീറ്ററിന്റെ ഏറ്റവും പറകിൽ നിന്ന് പുതിയ സ്കൂബി ടീമിനെ വെച്ചുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പരിശോധന നടത്താനുള്ള ഒരു പ്രത്യേകമായ തയ്യാറെടുപ്പിലാണ്. നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്കൂബി ഡൈവേഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. റെയിൽവേ, റവന്യൂ, കോർപ്പറേഷൻ തലത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇറിഗേഷൻ വകുപ്പിന്റെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. എങ്കിലും ഇപ്പോൾ 2 സ്കൂബി ടീമിനെ കൂടി പുതുതായി വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തെ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പത്തനംതിട്ടയിലെ സംഘം ഏതാനും മിനിറ്റുകൾക്കകം തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അവരുപയോഗിച്ചുകൊണ്ട് ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ അതിന്റെ ബാക്ക് എൻട്രിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാവുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ 2 സ്കൂബി ടീമിനെ വെച്ചുകൊണ്ട് പുതിയതായിട്ട് നമ്മൾ ആലോചിക്കാൻ വേണ്ടി പോകുന്നത്. നേവിയുടെ ഡൈവിംഗ് ടീമുമായി ഒരു ആലോചന നടത്തിയിരുന്നു എത്തിച്ചേരണമെന്ന്. അവരിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്, ഏതാനും മിനിറ്റുകൾക്കകം സമ്മതിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കൊച്ചിയിൽ നിന്നാണ് നേവിയുടെ ടീമുള്ളത്. അവരിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കും. അവർ തിരിച്ചാൽ വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേർന്നാൽ അതിനുള്ളിൽ ആ പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിക്കും. സ്കൂബിയുടെ ടീം നേവിയുടെ ടീം കൂടി എത്തിച്ചേരുന്ന ഒരു സൗകര്യം ഇപ്പോൾ നമുക്കുണ്ടാകും. ഇതിനു പുറമെ പിറകിൽ നിന്നായി ഈ 117 മീറ്ററിന്റെ പിറകിൽ നിന്നായി ഇറിഗേഷന്റെ വളരെ ശക്തിയായി ഉപയോഗിക്കാവുന്ന ഒരു ഹൈ പവർ വാട്ടർ ജെറ്റ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 2 പ്രശ്നമാണ് അതിനുള്ളത്. ഒന്ന്, വല്ലാതെ മാലിന്യം വർഷങ്ങളായിട്ടുള്ളത് അടിഞ്ഞുകൂടി പലയിടത്തും ഈ ഡൈവിംഗ് ടീമിന് തന്നെ പോകാൻ കഴിയുന്ന വിധത്തിലുള്ള വാട്ടർ ലെവലില്ല പല സ്ഥലത്തും. എന്ന് മാത്രമല്ല, ഇങ്ങനെ തുടർച്ചയായി കഠിനമായ രൂപത്തിൽ നിൽക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഏതാണ്ട് ഒരു ഖരമാലിന്യം പോലെ കട്ടിപിടിച്ചു കൂടിയതിന്റെ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ഇറിഗേഷന്റെ ഹൈ പവർ ജെറ്റ് വാട്ടർ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറകുവശത്ത് ഇതിന്റെ മാലിന്യം അളക്കാൻ വേണ്ടി മാത്രമല്ല ആർട്ടിഫിഷ്യലായി വാട്ടറിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഈ സ്കൂബി ടീമിനും ഇനിയിപ്പോൾ വരാൻ പോകുന്ന നേവിയുടെ ടീമിനുമൊക്കെ നല്ല ആഴത്തിലുള്ള പരിശോധന ആവശ്യമാണെങ്കിൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ വെള്ളത്തിന്റെ കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള വെള്ളത്തിന്റെ വാട്ടർ ലെവലിന്റെ ഒരു വർധനവ് ആവശ്യമായി വേണ്ടിവരും. ആ വിധത്തിലുള്ള ശ്രമവും നടത്തുന്നുണ്ട്. മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വിഭാഗത്തെയും കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാവിലെ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചതിന്റെ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അവിടെ ബന്ധപ്പെട്ട MLAയും മേയറും രാവിലെ ഉണ്ടായിരുന്നു. കളക്ടർ പൂർണ്ണമായും അവിടെ കേന്ദ്രീകരിച്ച രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വകുപ്പുകളുടെയും ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും ആധുനിക കാലത്ത് ഇപ്പോൾ ജെൻഡർ റോബോട്ടിക്കൊക്കെ ഇന്നലെ വൈകുന്നേരം മുതൽ ഒരു പ്രൈവറ്റ് ടീമിന്റെ തന്നെ പുതിയ സംരംഭകത്വരുമായി ബന്ധപ്പെട്ട ടീമിന്റെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ വെർഷനാണ് ഇന്ന് രാവിലെ ഉപയോഗിച്ചിട്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള റോവറിന്റെ കൂടി പ്രവർത്തനം. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലാവരുടെയും സഹകരണങ്ങളുണ്ട്. നല്ലതുപോലെ ആ കാര്യത്തിൽ വേഗതയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ഇപ്പോൾ ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. ഇടവിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേവി ടീം കൂടി വരുന്നതോടുകൂടി നമുക്ക് അവിടെ സാധ്യമാകുന്ന എല്ലാ വിധത്തിലുള്ള കോർഡിനേഷനും നമുക്ക് സാധ്യമാകും എന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഉള്ളത്.